നമ്മളങ്ങനെ കണ്ട പുറകെ പൊന്നു വ്ളോഗ് എടുത്തോണ്ടിരിക്കുക ഗൈസ്. വ്ളോഗ് നമ്മളിവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. സൺകീസൊക്കെയാണ് കേട്ടോ. കുറെ ആയല്ലേ ശനി? 1 year, ഓൾമോസ്റ്റ് 1 year ആയി. 4 വർഷമായി. ഞങ്ങള് 4 വർഷം മുമ്പ് ഒരു വട്ടം വന്നിട്ട് അന്നാണ് ആദ്യ അവസരം വന്നത്. പിന്നെ ഇന്നാണ് വരുന്നത്. മാങ്ങ പൊട്ടിക്കാണ്. നമ്മളിവിടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെ ട്രിപ്പ് പോയാലും ഗൈസ്, ഈ വള്ളത്തിൽ കൂടെ ഉള്ളൊരു ട്രിപ്പ് അത് വേറെ ലെവൽ തന്നെ. പോയവർക്കറിയായിരിക്കും അല്ലേ, ഒരു കോം ഫീലാണ്. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഗൈസ്, അടിപൊളിയാണ്. നമ്മളിവിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതി കാണാൻ വേണ്ടിയിട്ടാണ്, ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ സ്ഥലത്തും മെയിനായിട്ട് പോകുന്നത്. ആ ഒരു ഇതിവിടെ കിട്ടുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ടൂറിസ്റ്റുകളൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവണത് അല്ലേ? എന്താ എന്ന് പറയാ? അതെ നിങ്ങൾ കാണാതൊക്കെ. നമ്മൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഗൈസ് നമുക്ക് കുറേ ബ്രിഡ്ജ് കിട്ടും കേട്ടോ. ഓരോ ബ്രിഡ്ജ് എത്തുമ്പോഴും നമുക്ക് ഇങ്ങനെ കുനിയണം. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളിങ്ങനെ എക്സൈറ്റഡ് ഇപ്പോൾ കുനിയണം എന്ന് പറഞ്ഞിട്ട് അത് സൂപ്പറാണ് കേട്ടോ. ഈ അവസ്ഥയിലൂടെ ഇനി നമ്മളും പോകാൻ പോവാട്ടോ. അയ്യോ കുനിഞ്ഞോ അവിടെ ഇരിക്കും. ബ്രിഡ്ജിന്റെ മണ്ടയ്ക്കൂടെ കയറുക, കൈയൊക്കെ മാറ്റി വെച്ച്. ഇവര് തോഴയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. പക്ഷെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ. പിന്നെ നമുക്കിങ്ങനെ പ്രകൃതി ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഓരോ വെറൈറ്റി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അവിടെ നോക്കണം ഇവിടെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് കണ്ട വള്ളത്തിൻ്റെ വീഡിയോ വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളെല്ലാവരും ആണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ വന്നേക്കുന്നത്. ചൂടില്ലെങ്കിൽ സൂപ്പർ. ഇവിടെ പരാതികളുടെ വിഷമവും തപ്പി പൊന്നു ഇരിക്കുകയാണ് കേട്ടോ. പൊന്നൂര് മാത്രം ഇങ്ങനെ വ്യൂ ഉള്ളതൊന്നും എടുത്തു കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടുകളിലേക്ക് എൻട്രി ആയിട്ടുണ്ട് അല്ലേ അല്ലേ? എന്നെ നോക്ക്, ഞാനൊന്നും കണ്ടില്ല കാരണം ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പറാണോ പറഞ്ഞോ? പൊന്നുവിന്റെ രോദനോ, പൊന്നുവിടെ കരയിലോ മെഴുകോ ചെയ്യാൻ പറ്റാ. ഞങ്ങളുടെ ആദ്യമേ വന്ന് സീറ്റ് പിടിച്ചു, ഫ്രണ്ടിലെ സീറ്റ് ഞങ്ങളൊക്കെ പിടിച്ച്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ എൻട്രി കാരണം ഞങ്ങൾക്ക് ഫ്രണ്ട് കിട്ടി. കണ്ടോ ഗൈസ്, ഇവരെല്ലാരും എന്റെ മാത്രം എടുക്കാതെ എന്നെ ഒറ്റപ്പെടുത്തി ഇവരെന്ത് കാണിക്കുവാണ്? ഒരു ഗ്രൂപ്പിസത്തിന്റെ ഈ സാധനം നന്നായിട്ട് കുത്തി താഴോട്ട് പോയാൽ ഇത് അതെല്ലാവർക്കും അറിയുന്ന സാധനം. കോഴിക്കോട് കുത്തി പോയി. ഫ്രണ്ട് ക്യാമറ എടുക്കുക. മൈൻഡ് ഭയങ്കര റിലാക്സ് ആകും. പക്ഷെ ഈ പൊന്നൂരെ കൊണ്ടുള്ള ഒരു ശല്യം ആസ്വദിച്ച് വരുമ്പോ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ വേറിപ്പിക്കല്ലേ ഗൈസ്. അത് ഒരു കിടക്കേണ്ട ബ്രിഡ്ജായിപ്പോയി, താഴെ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. വെള്ളത്തിൻ്റെ മണ്ടയിൽ ഒരു വീട് നിൽക്കുന്ന പോലെയല്ലേ എനിക്ക് ഗൈസ് എനിക്കിത് കണ്ട പകരം തോന്നിയത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴും ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ചെടികളിങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഭംഗിയാണ്. ഫൈനലി ഗൈസ് നമ്മൾ അഷ്ടമുടി കായലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ എന്താ ഭംഗിയുണ്ട്, ഞാൻ തന്നെ പറയണം. നമ്മളെപ്പോലെ കുറേ പേര് ബോട്ടിലുണ്ട്, ചിലർ കയാക്കിങ്ങിൽ വരുന്നുണ്ട്, ചിലർ ഇങ്ങനെ ചവിട്ടില്ലേ പെടില്ലേ ആ സംഭവത്തിൽ കൂടെയും പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും സീൻ സാധനം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയില്ല, സഭ ഉള്ളത് കൊണ്ട് വെറുതെ സീനാക്കണ്ട. പിന്നെ സഭ ചാടി ആകെ സീന് ഞങ്ങൾക്ക് വയ്യ. 1 മണിക്കൂർ യാത്രയാട്ടോ നമ്മളിങ്ങനെ കറക്കുന്നത്. അതിന് ഏകദേശം ഒരു
ആവും. പക്ഷെ നമുക്കത് വേർത്താ ഗൈസ്. ഒരു ബോട്ടിൽ മാക്സിമം 7 പേരാണ് ഗൈസ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 7 പേർക്ക് 1000 രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ കയാക്കിയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ പൊന്നുവിൻ്റെ ഷോ പൊന്നിൻ്റെ ഫ്രണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു ഗൈസ്. പിന്നെ വീഡിയോ എടുത്ത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത്രയും നല്ലൊരു വ്യൂവിൽ കിട്ടിയില്ലെങ്കിലും അതും ഒരു സത്യമല്ലേ, കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ വരെ പോയിട്ട്. പിന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ ആയപ്പോഴാണ് തിരിച്ചു വന്നത്. അത് വേറെയും ആ ബോട്ടിലായിരുന്നു ഗൈസ്, മീൻസ് വള്ളത്തിലായിരുന്നു. പിന്നെ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയും അല്ലാതെയും ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് കേട്ടോ. ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം പറഞ്ഞു, ഒരു കാര്യം മാത്രം പറഞ്ഞില്ല അല്ലേ. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൺട്രോത്തുരുത്താണ് കേട്ടോ, കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ ആ ഇരിപ്പ് തന്നെ നോക്ക് ഗൈസ്. ആ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ എത്രത്തോളം ആസ്വദിച്ച് അവിടെ ഇരിക്കണേന്നും. എൻ്റെ തന്നെ കിളി മാറിയിട്ട് മൈൻഡ് ഔട്ടായിട്ട് ഞാൻ ഒരുമാതിരി ഇരിക്കുകയാണ് കേട്ടോ. അവസാനം ഞങ്ങൾക്ക് സൺസെറ്റൊക്കെ കിട്ടി, അതൊക്കെ ആസ്വദിച്ച് പതിയെ നമ്മൾ അവിടുന്ന് പോകാൻ തുടങ്ങി കേട്ടോ. ഞാൻ വെള്ളത്തിലൊക്കെ തൊട്ട് നോക്കിയ കൈസ്, തണുപ്പ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തണുപ്പൊന്നുമില്ല, നല്ല ചൂടുവെള്ളമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആൾമോസ്റ്റ് എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. 4 മണിയായപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ വേണ്ട ആൾമോസ്റ്റ് എൻഡിങ്ങിലേക്ക് എത്തി. കൊതുകടിയൊക്കെ കൊണ്ട് സീനായിട്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.